അദ്ദർസുൽ ഖാമിസ് അഞ്ചാം പാഠം. അഞ്ചാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് മുലാഫ് വ മുലാഫുൻ ഇലൈഹി എന്നുള്ളത്. നമുക്ക് മുലാഫിനെയും മുലാഫുൻ ഇലൈഹിയെയും പരിചയപ്പെടാം. സഈദുൻ, സഈദ്. അകിതാബു മുഹമ്മദിൻ ഹാദാ യാ യാസർ. അലിഫ് ഹൽ എന്നുള്ളത് ചോദ്യത്തിന് ഉപയോഗിക്കുന്ന പദമാണ്. ആണോ ഉണ്ടോ എന്നാണ് അർത്ഥം. അകിതാബു മുഹമ്മദിൻ ഹാദാ, ഇത് മുഹമ്മദിന്റെ പുസ്തകമാണോ? യാ യാസർ, യാസിറെ, യാസിറെ, ഇത് മുഹമ്മദിന്റെ പുസ്തകമാണോ? യാസിറുൻ, യാസിർ. ലാ, അല്ല. ഹാദാ കിതാബു ഹാമിദിൻ, ഇത് ഹാമിദിന്റെ പുസ്തകമാണ്. കിതാബു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പുസ്തകം. അറബി ഭാഷയിൽ ന്റെ, ഉടെ എന്നിങ്ങനെ അർത്ഥം ലഭിക്കാൻ പ്രയോഗിക്കുന്ന പ്രയോഗത്തിനാണ് മുലാഫുൻ വ മുലാഫുൻ ഇലൈഹി എന്ന് പറയുന്നത്. മുലാഫ് എന്നാൽ ഏത് വസ്തുവിനെയാണോ നാം ചേർക്കുന്നത് ആ വസ്തുവിനെ മുലാഫ് എന്ന് പറയുന്നു. ഈ ഉദാഹരണത്തിൽ കിതാബുൻ എന്ന വസ്തുവിനെ നാം മുഹമ്മദിലേക്ക് ചേർക്കുന്നു. മുഹമ്മദിന്റെ പുസ്തകം. കിതാബുൻ എന്നത് മുലാഫാണ്. ആരിലേക്കാണോ ചേർത്തത് ആ പദത്തെ മുലാഫുൻ ഇലൈഹി എന്ന് പറയുന്നു. മുഹമ്മദാണ് ഇവിടെ മുലാഫുൻ ഇലൈഹി. കിതാബു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പുസ്തകം. മുഹമ്മദിൻ, മുലാഫുൻ ഇലൈഹിയുടെ അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും മജ്റൂർ ആയിരിക്കും, എപ്പോഴും ജർ ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കും. അഥവാ രണ്ട് കസർ അല്ലെങ്കിൽ രണ്ട് കസർ ഉണ്ടായിരിക്കും. ലാ, യാസർ, യാസർ. ലാ, അല്ല. ഹാദാ കിതാബു ഹാമിദിൻ, ഇത് ഹാമിദിന്റെ പുസ്തകമാകുന്നു. കിതാബു ഹാമിദിൻ, ഹാമിദിന്റെ പുസ്തകം. സഈദുൻ, ഐന കിതാബു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പുസ്തകം എവിടെ? ഐന എന്നാൽ എവിടെ. യാസർ, യാസർ. ഹുവ അലൽ മക്തബി ഹുനാക, അതവിടെ. ഹുനാക, അവിടെ. അലൽ മക്തബി, മേശയുടെ മുകളിലാണ്. ഹുവ, അത് അവിടെ മേശയുടെ മുകളിലാകുന്നു. സഈദുൻ, ഐന ദഫ്തറു അമ്മാരിൻ, അമ്മാരിന്റെ നോട്ട്ബുക്ക് എവിടെ? ദഫ്തർ, നോട്ട്ബുക്ക്. യാസറുൻ, ഹുവ അലാ മക്തബിൽ മുദദ്ദിസി, അത് അധ്യാപകന്റെ മേശയുടെ മേലാകുന്നു. മക്തബിൽ മുദദ്ദിസി, അധ്യാപകന്റെ മേശ. മക്തബ് എന്നാൽ മേശ, ലൈബ്രറി എന്നൊക്കെയാണ് അർത്ഥം. ബുക്ക് സ്റ്റാൾ, ലൈബ്രറി, മേശ എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് മക്തബ്. ഹു അല മക്തബിൽ മുദദ്ദിസി, അത് അധ്യാപകന്റെ മേശയുടെ മേലാകുന്നു. ഇവിടെ മുദദ്ദിസുൻ എന്ന പദത്തിന് അലിഫ്ലാം വന്നതുകൊണ്ട് അവസാനത്തിൽ രണ്ട് കസർ നൽകിയിട്ടില്ല. ആ കസറിലെ ഒരു കസറിനെ കളഞ്ഞു. കാരണം ഈ അൽ മുദദ്ദിസു എന്നുള്ളത് ഒരു മഅരിഫയായ പദമാണ്. അൽ മുൻകടന്നാൽ തെൻവീൻ കളയണം എന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്. സഈദുൻ, കലമു മൻ ഹാദാ യാ അലിയുൻ, അലിയെ, ഇതാരുടെ പേനയാകുന്നു. കലമു മൻ ഹാദാ യാ അലിയുൻ, അലിയെ, ഇതാരുടെ പേനയാകുന്നു. അലിയുൻ, ഹാദാ കലമുൽ മുദദ്ദിസി, ഇത് അധ്യാപകന്റെ പേനയാകുന്നു. ന്റെ, ഉടെ എന്നിങ്ങനെ അർത്ഥം ലഭിക്കാനുള്ള പ്രയോഗമാണ് മുലാഫൻ വ മുലാഫൻ ഇലൈഹി എന്നുള്ളത്. സഈദുൻ, ഐന ഹക്കീബത്തുൽ മുദദ്ദിസി, അധ്യാപകന്റെ ബാഗ് എവിടെ? ഹക്കീബത്ത് എന്നാൽ ബാഗ്, അധ്യാപകന്റെ ബാഗ് എവിടെ? അലിയുൻ, ഹിയ തഹ്തൽ മക്തബി, അത് മേശയുടെ താഴെയാകുന്നു, അത് മേശയുടെ താഴെയാകുന്നു. തഹ്ത എന്നാൽ താഴെ എന്നാണ് അർത്ഥം. വിപരീതം ഫൗക, മുകളിൽ. തമാരീൻ, അഭ്യാസങ്ങൾ. അജിബ് അലിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെ തന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകി. ഐന കിതാബു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പുസ്തകം എവിടെ? ഐന കിതാബു അമ്മാരിൻ, അമ്മാരിന്റെ പുസ്തകം എവിടെ? ഐന ഹക്കീബത്തുൽ മുദദ്ദിസി, അധ്യാപകന്റെ ബാഗ് എവിടെ? അലിഫ് കലിമത്തുൽ ഊല ഇല സാനിയ, അലിഫ് കലിമത്തുൽ ഊല ഇല സാനിയ, ഒന്നാമത്തെ പദത്തെ രണ്ടാമത്തെ പദത്തിലേക്ക് നീ ചേർക്ക്. കിതാബുൻ, പുസ്തകം. മുഹമ്മദുൻ, മുഹമ്മദ്. ഇവിടെ മുഹമ്മദിലേക്ക് കിതാബ് എന്ന പദത്തെ ചേർക്കണം. കിതാബു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പുസ്തകം. കിതാബു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പുസ്തകം.
ഖലമുൻ ഹാമിദുൻ, ഖലമു ഹാമിദിൻ. ബൈത്തുൻ അബ്ബാസുൻ, ബൈത്തു അബ്ബാസിൻ. അഥവാ ബൈത്തുൻ എന്ന പദത്തിന്റെ തെൻവീൻ കളയുന്നു, അബ്ബാസുൻ എന്ന പദത്തിന്റെ ലൊമ്മു തൻവീൻ കളഞ്ഞുകൊണ്ട് അതിന് ജറു തൻവീൻ അഥവാ കെസ്ർ നൽകപ്പെട്ട രണ്ട് കെസ്റുകൾ നൽകുന്നു. ഉർഫത്തുൻ റൂം, അലിയുൻ അലി, ഉർഫത്തു അലിയിൻ അലിയുടെ റൂം, ഉട എന്ന അർത്ഥം ഇവിടെ ലഭിക്കുന്നു. ദഫ്തറുൻ സഈദുൻ, ദഫ്തറു സഈദിൻ സഈദിന്റെ നോട്ട്ബുക്ക്. മിന്ദീലുൻ യാസിറുൻ, മിന്ദീലു യാസരിൻ യാസിറിന്റെ തുവാല. ഖമീസുൻ അമ്മാറുൻ, ഖമീസു അമ്മാരിൻ. സരീറുൻ ഖാലിദുൻ, സരീറു ഖാലിദിൻ ഖാലിദിന്റെ കട്ടിൽ. മിഫ്താഹുൽ ബൈത്തി, മക്തബുൻ മേശ. അൽ മുദദ്ദിസു അധ്യാപകൻ, മക്തബുൽ മുദദ്ദിസി അധ്യാപകന്റെ മേശ. ഇവിടെ അൽ മുദദ്ദിസു എന്ന പദത്തിന് അലിഫ്ലാം വന്നതുകൊണ്ട് നാം തെൻവീൻ നിർബന്ധമായും കളയേണ്ടതാണ്. അഥവാ രണ്ട് കെസ്റോ രണ്ട് ലൊമ്മോ ഉണ്ടായിരിക്കുകയില്ല. മിഫ്താഹുൻ താക്കോൽ, അൽ ബൈത്തു വീട്. മിഫ്താഹുൽ ബൈത്തി ദുഃഖാനുൻ ഷോപ്പ്. അത്താജിറു കച്ചവടക്കാരൻ, ദുഃഖാനു താജിരി. ബൈത്തൂൻ അൽ മുഹന്ദിസു, ബൈത്തുൽ മുഹന്ദിസി എഞ്ചിനീയറുടെ വീട്. മുഹന്ദിസ് എന്നാൽ എഞ്ചിനീയർ എന്നാണ് അർത്ഥം. ഇസ്മുൻ പേര്, അൽ വലതു ആൺകുട്ടി, ഇസ്മുൽ വലതി ആൺകുട്ടിയുടെ പേര്. കിതാബുൻ അല്ലാഹു, കിതാബുല്ലാഹി അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പുസ്തകം അഥവാ ഖുർആൻ. ബിന്തുൻ വിദ്യാർത്ഥിനി, ബിന്തുൻ പെൺകുട്ടി. അത്തൊബീബു ഡോക്ടർ, ബിന്തു തൊബീബി ഡോക്ടറുടെ പെൺകുട്ടി മകൾ. മിഫ്താഹുൻ താക്കോൽ. അസയ്യാറത്തു കാറ്, മിഫ്താഹു സയ്യാറത്തി കാറിന്റെ താക്കോൽ. മറ്റൊരു അഭ്യാസം നമുക്ക് ശ്രദ്ധിക്കാം. ഇഖ്റ വക്തുബ് മാ ലബ്തി അവാഖിൽ കലിമാത്ത്, പദങ്ങളുടെ അവസാനത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് വെളിവാക്കിക്കൊണ്ട് നീ താഴെയുള്ള പദങ്ങളെ വായിക്കുകയും എഴുതുകയും ചെയ്യും. ബാബുൽ മദ്രസത്തി, ഹിമാറുർ റജുലി, ബൈത്തു ഹാമിദിൻ, സയ്യാറത്തുൽ മുദീരി, മിന്ദീലു അമ്മാരിൻ, ഇസ്മു തോലിബി, ബൈത്തുല്ലാഹി, ഫി കിതാബില്ലാഹി, മിൻ ബൈത്തിൽ മുദദ്ദിസി, അലാ മക്തബിൽ മുദീരി. എല്ലാം നാം മുമ്പ് പരിചയപ്പെട്ട പദങ്ങളാണ്, അതുകൊണ്ട് അർത്ഥം പറയുന്നില്ല. ഇഖ്റനി വായിക്ക്. ഐന ബൈത്തുൽ മുദദ്ദിസി, അധ്യാപകന്റെ വീട് എവിടെ? ഹുവ ബഈദുൻ, അത് അകലെയാകുന്നു. ബഈദുൻ എന്നാൽ ദൂരെ, അകലെയാ എന്നാണ് അർത്ഥം. ബഈദുൻ എന്ന പദത്തിന്റെ വിപരീത പദമാണ് ഖരീബുൻ എന്നുള്ളത്. ഖരീബുൻ എന്നാൽ അടുത്ത്. അൽ ഖുർആനു കിതാബുല്ലാഹി, ഖുർആൻ അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാകുന്നു. കിതാബുല്ലാഹി അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്നു. അൽ കഅബത്തു ബൈത്തുല്ലാഹി, കഅബ അള്ളാഹുവിന്റെ ഭവനമാകുന്നു, വീടാകുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുല്ലാഹി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാകുന്നു. ഖറജൽ മുദദ്ദിസു മിൻ ഉർഫത്തിൽ മുദീരി, മുദീരിന്റെ റൂമിൽ നിന്നും അധ്യാപകൻ പുറപ്പെട്ടു. ഖറജ എന്നാൽ പുറപ്പെട്ടു. ഹാദാ ബൈത്തു ഹാമിദിൻ, ഇത് ഹാമിദിന്റെ വീടാകുന്നു. വദാലിക ബൈത്തു ഖാലിദിൻ, അത് ഖാലിദിന്റെ വീടാകുന്നു. ഇബ്നു അമ്മാരിൻ തോലിബുൻ വബ്നു യാസറിൻ താജിറുൻ, അമ്മാറിന്റെ മകൻ വിദ്യാർത്ഥിയാകുന്നു, യാസറിന്റെ മകൻ കച്ചവടക്കാരനാകുന്നു. ബൈത്തുൽ മുദദ്ദിസി ബഈദുൻ, അധ്യാപകന്റെ വീട് അകലെയാകുന്നു. വബൈത്തു താജിരി ഖരീബുൻ, കച്ചവടക്കാരന്റെ വീട് അടുത്താകുന്നു.
ഹാദാ മിഫ്താഹു സയ്യാറത്തി, ഇത് കാറിന്റെ ചാവിയാകുന്നു. ഐന മിഫ്താഹുൽ ബൈത്തി, വീടിന്റെ താക്കോൽ എവിടെ? മൻ അൻത യാ വലദ്, ഏ കുട്ടി നീ ആരാണ്? അനബ്നു അബ്ബാസിൻ, ഞാൻ അബ്ബാസിന്റെ മകനാകുന്നു. അന എന്നാൽ ഞാൻ. വബ്നു മൻ ഹുവ, അവൻ ആരുടെ മകനാണ്? ഹുവബ്നു ഖാലിദിൻ, അവൻ ഖാലിദിന്റെ മകനാകുന്നു. ഐന മസ്ജിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഐന മസ്ജിദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി എവിടെ? ഹുവ ഫിൽ മദീനത്തിൽ മുനവ്വറ, അത് മദീന മുനവ്വറയിലാകുന്നു. ബിന്തു ഹാമിദിൻ ഫിൽ മദ്രസത്തി വ ബിന്തു മുഹമ്മദിൻ ഫിൽ ജാമിഅത്തി, ഹാമിദിന്റെ മകൾ സ്കൂളിലാകുന്നു, മുഹമ്മദിന്റെ മകൾ യൂണിവേഴ്സിറ്റിയിലാകുന്നു. ജാമിഅത്ത് എന്നാൽ യൂണിവേഴ്സിറ്റി. ഇസ്മുൽ മുദദ്ദിസി സഈദുൻ വസ്മുൽ മുഹദ്ദിസി ഖാലിദുൻ, അധ്യാപകന്റെ പേര് സഈദ് എന്നും എഞ്ചിനീയറുടെ പേര് ഖാലിദ് എന്നുമാകുന്നു. അമ്മു തോലിബി ഒനിയുൻ, വിദ്യാർത്ഥിയുടെ എളാപ്പ ധനാഢ്യനാകുന്നു. വിദ്യാർത്ഥിയുടെ പിതൃവ്യൻ ധനികനാകുന്നു. ബാബുൽ മസ്ജിദി മഫ്തൂഹൻ, പള്ളിയുടെ വാതിൽ തുറന്നിട്ടതാകുന്നു. വബാബുൽ മദ്രസത്തി മുഅലഖുൻ, സ്കൂളിന്റെ ഗേറ്റ് അടച്ചതാകുന്നു. മുഅലഖുൻ എന്നാൽ അടച്ചത്, മഫ്തൂഹുൻ എന്നാൽ തുറന്നത്. ഖാലു ഹാമിദിൻ ഫഖീറുൻ, ഹാമിദിന്റെ അമ്മാവൻ ദരിദ്രനാകുന്നു. ഫഖീറുൻ എന്നാൽ ദരിദ്രൻ, ഒനിയുൻ എന്നാൽ ധനികൻ. ഫഖീറുൻ എന്ന പദത്തിന്റെ ലിദ് അഥവാ വിപരീത പദമാണ് ഒനിയുൻ. മഫ്തൂഹുൻ എന്ന പദത്തിന്റെ വിപരീത പദമാണ് മുഅലഖുൻ. സയ്യാറത്തു അബ്ബാസിൻ ഫിശാരിയായി, അബ്ബാസിന്റെ കാർ റോട്ടിലാകുന്നു. ഇബ്നു മൻ അൻത, നീ ആരുടെ മകനാണ്? അനബ്നുൽ മുദദ്ദിസ്, ഞാൻ അധ്യാപകന്റെ മകനാകുന്നു. ഐനൽ കൽബു, നായ എവിടെ? ഹുവ തഹ്ത സയ്യാറ, അത് കാറിന്റെ താഴെയാണ്. കവ്വിൻ ജുമൽ മുഫീദത്തൻ ബിമൽ ഇൽ ഫറായി ഫീമാ യലി, താഴെ തന്നതിൽ വിട്ടഭാവത്തെ പൂരിപ്പിച്ചുകൊണ്ട് നീ ഒരു ജുംല മുഫീദയെ നീ ഉണ്ടാക്ക്, പരിപൂർണമായ വാചകത്തെ നീ ഉണ്ടാക്ക്. ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തത് ഡാഷ് ബൈത്തി മുഅലഖുൻ, യോജിച്ച പദം നാം കണ്ടെത്തുക. 2 ഐന ഡാഷ് സയ്യാറത്തി. 3 മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലി ലാ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലു ഡാഷ് തബീബി ബഈദുൻ. 5 അൽ ഖുർആനു കിതാബു ഡാഷ് ഖദീജത്തു ഡാഷ് ഹാമിദിൻ. അന ഡാഷ് അൽ മുദദ്ദിസി ഡാഷ് അത്തോലിബി മക്സൂറൻ, മക്സൂറൻ എന്നാൽ പൊട്ടിക്കപ്പെട്ടത്. ബാബു ഡാഷ് മഫ്തൂഹുൻ, ഖറജൽ മുദദ്ദിസു മിൻ ഡാഷ് അൽ മുദീരി. സ്വഹിഹ് അത്തർക്കീബാത്തി താലിയ, താഴെത്തന്ന വാക്യഘടന നീ ശരിപ്പെടുത്ത്. അൽ കലമു അത്തോലിബി ഡാഷ്. അലിഫ്ലാം മുലാഫിന് ഒരിക്കലും അലിഫ്ലാം വരികയില്ല, അഥവാ അൽ കലമു എന്നൊരിക്കലും പറയാൻ പാടില്ല. കലമു തോലിബി എന്നേ പറയാൻ പാടുള്ളൂ. ബിന്തുൻ ഹാമിദുൻ, ബിന്തു ഹാമിദിൻ എന്നതാണ് ശരി. ഹാമിദുൻ എന്നതിന് ലമ്മു തെൻവീനാണ്. മുലാഫുൻ ഇലൈഹിക്ക് ഒരിക്കലും ലമ്മു തെൻവീൻ വരികയില്ല, കസ്റു തൻവീനെ വരികയുള്ളൂ. കസ്റു തൻവീനെ വരികയുള്ളൂ. ഇസ്മുൽ വലദ, ഇവിടെ വലദ എന്നാണ് പറഞ്ഞത്, ഫതഹാണ്, അതും തെറ്റാണ്, കസ്ർ കൊടുക്കണം. ഇസ്മുൽ വലദി. ബാബു സയ്യാറത്തു, ബാബു സയ്യാറത്തി, ഒന്നിന് പകരം കസ്ർ കൊടുക്കുക. അർ റസൂലു അല്ലാഹി, മുലാഫിനൊരിക്കലും അലിഫ്ലാം വരികയില്ല. റസൂലുല്ലാഹി.
ഇബ്നുൻ അൽ മുദദ്ദിസി, ഇബ്നുൻ എന്ന് പറയില്ല, ഇബ്നുൽ മുദദ്ദിസി. ഇബ്നുൽ മുദദ്ദിസി, രണ്ട് തൻവീൻ. മുലാഫിന് ഒരിക്കലും തൻവീൻ പാടില്ല. ഇബ്നു അൽ മുദദ്ദിസി, ഇബ്നുൽ മുദദ്ദിസി. മുഹമ്മദുൻ, യാ മുഹമ്മദു. ഒരു പേരിനോട് മുഹമ്മദ് എന്ന പേരിന് മുമ്പിൽ യാ ചേർക്കുമ്പോൾ മുഹമ്മദുൻ എന്നതിലെ തെൻവീൻ കളഞ്ഞുകൊണ്ട് ഒരു ലൊമ്മ മാത്രമേ നൽകുകയുള്ളൂ. യാ മുഹമ്മദു. ഖാലിദുൻ, യാ ഖാലിദു. ഉസ്താദുൻ, യാ ഉസ്താദു. വലദുൻ, യാ വലദു. ഇത് നാം ശ്രദ്ധിക്കുക. ഇഖ്റ വക്തബ് മാ ദബ്തി അവാഖിൽ കലിമാത്ത്. യാ അലിയു, യാ അബ്ബാസു. ഷെയ്ഖുൻ, യാ ഷെയ്ഖു. യാ റജുലു, യാസിറുൻ. യാ അമ്മാറു. ദക്തൂറുൻ, യാ ദക്തൂറു. ഡോക്ടർ, ദക്തൂർ എന്നാൽ ഡോക്ടർ എന്നാണ് അർത്ഥം. ഇഖ്റയിൽ മസാൽ അൽ ആതിയ. ثم كون أسئلة مثله مشيرا إلى الصور التالية. താഴെ തന്ന ചിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് താഴെ തന്ന ചോദ്യങ്ങൾ പോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുക. കിതാബ് മൻ ഹാദ, ഇതാരുടെ പുസ്തകമാകുന്നു. അതുപോലെ പേനക്കും ഷർട്ടിനും വീടിനും കട്ടിലിനും എല്ലാം നാം സ്വയം ചോദ്യമുണ്ടാക്കുക. ഇസ്മുൻ, ഇസ്മുൽ വലദി മുഹമ്മദുൻ. വസ്മുൽ ബിൻതി സൈനബു. ഇസ്മുൽ മുദദ്ദിസ് ഹാമിദുൻ. മസ്മുൽ മുദീരി. ഇസ്മുൻ എന്നാൽ പേര്. ഇബ്നുൻ, ഇബ്നു ഖാലിദിൻ ഫിൽ മദ്രസത്തി വബ്നു ഹാമിദിൻ ഫിൽ ജാമിഅത്തി. ഇബ്നുൽ മുദദ്ദിസി ഫിൽ ഫസ്ലി. ഐന ഇബ്നുൽ മുദീരി. ഫസ്ലുൻ എന്നാൽ ക്ലാസ് എന്നാണ് അർത്ഥം. ഇഖ്റ മാ യലി മുറായിൻ അൽ ഖവായിദ് നുത്ഖിൽ ഹംസത്തുൽ വസ്ൽ. ഹംസത്തുൽ വസ്ലിന്റെ നിയമം നമുക്ക് പിന്നീട് പഠിക്കാം. അൽ കലിമാത്തുൽ ജദീദത്തു, ഈ പാഠത്തിൽ പരിചയപ്പെട്ട പുതിയ പദങ്ങൾ. അർ റസൂലു, പ്രവാചകൻ. അൽ കഅബത, കഅബ. അൽ ഇസ്മു, പേര്. അൽ ഇബ്നു, മകൻ. അൽ അമ്മു, പിതൃവ്യൻ. അൽ ഖാലു, അമ്മാവൻ. അൽ ഹഖീബത്തു, ബാഗ്. അസ്സയ്യാറത്തു, ഒരു കാർ. അശാരിയോ, റോഡ്. മുഅലഖുൻ, അടക്കപ്പെട്ടത്. തഹ്ത, താഴെ. ഹുനാക, അവിടെ. ഹുനാക, അവിടെ. അതിന്റെ വിപരീത പദമാണ് ഹുന, ഇവിടെ. അൽ മുഹന്ദിസു, എഞ്ചിനീയർ. മുലാഫ് വ മുലാഫൻ ഇലൈഹി. സയ്യാറത്തുൽ മുദദ്ദിസി, സയ്യാറത്തുൽ മുദദ്ദിസി. ഇവിടെ സയ്യാറത്തുൻ എന്നുള്ളതാണ് മുലാഫ്. അൽ മുദദ്ദിസി എന്നുള്ളത് മുലാഫൻ ഇലൈഹിയുമാണ്.